ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഫുൾ വോയിസിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സംസാരിച്ചുകൊണ്ടതൊരു മേക്കപ്പ് ട്യൂട്ടോറിയലായിരുന്നു. ബട്ട് അതിന് ബൈക്കിൽ നല്ല നോയ്സ് ഉണ്ട്. അതുകൊണ്ട് എനിക്കത് സൗണ്ട് കളഞ്ഞിട്ട് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കേണ്ടതെന്ന്. അതുകൊണ്ടാണൊരു ഞാൻ സംസാരിക്കുന്ന എൻ്റെ ലിപ്സിങ്കും ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന എൻ്റെ സൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ഇഗ്നോർ ചെയ്യുക. ഭയങ്കരമായിട്ട് നോയ്സാണ്. എൻ്റെ സിസ്റ്റർ അവിടെ ഇരുന്നിട്ട് ഒരു കോൾ ചെയ്യുന്നതായിരുന്നു ആക്ച്വലി. അപ്പം ഫോണിലായതുകൊണ്ടും ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അത്രയും കിട്ടില്ലായിരിക്കുന്നതായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ നന്നായിട്ട് അവർ പറയുന്നത് കേൾക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇത് ഞാൻ നവരാത്രി സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ ഡാൻസ് വീഡിയോസ്, 9 ഡാൻസ്, പിന്നെ കുറച്ച് റീൽസ്. അപ്പോൾ അതിൽ ഒരു 8th ഡേക്ക് ഞാനൊന്ന് ഒരുങ്ങിയതിൻ്റെ വീഡിയോ ആണിത്. ഹെയർ സ്റ്റൈലുണ്ട്, സാരി ഡ്രൈപ്പിംഗ് ഉണ്ട്, ഫുൾ മേക്കപ്പ് ലുക്ക്. ആ ഒരു ഡാൻസിന് വേണ്ടിയുള്ള എൻ്റെ ഫുൾ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നുള്ള വീഡിയോയിൽ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. ബട്ട് ഞാൻ ഫസ്റ്റ് ഡേ മാത്രമേ ഉള്ളൂ ഒറ്റ വീഡിയോ എടുത്ത്. ബാക്കി എല്ലാ ദിവസവും 2-3 എടുക്കുമ്പോൾ സാരി ചേഞ്ചും എല്ലാം വരുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് അപ്പോൾ വീഡിയോ എടുക്കൽ നടക്കുകയില്ലായിരുന്നു. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. കുറച്ച് ടൈമിനുള്ളിൽ ഡാൻസും പഠിക്കണം, സാരി ഡ്രൈപ്പ് ചെയ്യണം, ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം, മേക്കപ്പ് ആക്കണം. അപ്പോൾ എല്ലാം കൊണ്ടും അപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ എടുക്കില്ല. അപ്പോൾ ലാസ്റ്റ് ഡേയിലും ആക്ച്വലി 2 സാരി ചേഞ്ച് നടത്തിയിട്ടുണ്ട്, 3 വീഡിയോ, ഒരു റീൽസ് കൂട്ടി 3 വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേക്കപ്പ് ഇതേ സ്റ്റാർട്ടാണ്, ഫേസ് പ്രെപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൗണ്ടേഷൻ ഇടുന്നുള്ളൊരു ഡാൻസിനായതുകൊണ്ട് ഒത്തിരി ഞാൻ പ്രൈമർ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് എൻ്റെ വീട്ടിൽ തന്നെയാണ്. ബാക്കി എല്ലാ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വേറെ കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ള സ്ഥലത്ത് പോയി. ഇത് മഴ കാരണം എനിക്ക് തലേദിവസം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്നാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ടത്. അതായത് 8th ഡേ മൺഡേ ആണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ അന്ന് വൈകിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് മേക്കപ്പ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ മീൻസ് ഡാൻസിൻ്റെ വീഡിയോയും. അപ്പോൾ ഞാനിത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊന്നും അല്ലാതെ ജസ്റ്റ് എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഞാൻ റീൽസ് വീഡിയോ അങ്ങനെ എടുക്കുന്നത് കൊണ്ട് ലൈറ്റായിട്ടുള്ള മേക്കപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ടിരിക്കണം. ഈ ബാക്ക്ഗ്രൗണ്ട് ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം വെട്ടമുള്ള സ്ഥലം നോക്കി പോയിരുന്നതാണ്. അപ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് ഇങ്ങനെ അവിടെ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ബാക്കിൽ വിൻഡോ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര വെട്ടം അടിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഇത്ര ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ വീഡിയോയിൽ കാണുന്നത്. ഇപ്പോൾ ഞാൻ വേറെ സ്ഥലം എവിടെ പോയിരിക്കുന്നത് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ഞാൻ ചെറുതായിട്ട് ലൊക്കേഷൻ മാറ്റി. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊന്നും നിങ്ങൾ നോക്കണ്ട, പണ്ടത്തെ ട്രോഫീസ് കാര്യങ്ങളൊക്കെയാണ്. ആക്ച്വലി ഞങ്ങളിവിടെ വീട്ടിൽ താമസിക്കാറില്ല. അങ്ങനെ നമ്മൾക്കൊരു കട നടത്തുവാണ്. അപ്പോൾ ആ കടയിലായിരിക്കും, അവിടെ നമുക്ക് അത്യാവശ്യം ഫെസിലിറ്റീസ് ഉണ്ട് കടയിൽ താമസിക്കാനുള്ള. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെയാണ് താമസിക്കുന്നത്. ഇടയ്ക്കൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്. ബാക്കി എല്ലാ വീഡിയോസും എടുക്കാൻ ഞാൻ കടയിൽ നിന്ന് റെഡി ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതപ്പം ലൊക്കേഷൻ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വീട്ടിലെന്നാൽ പോയിട്ട് വീടിൻ്റെ അവിടെ തന്നെ ഉള്ളത് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇതിലാണെങ്കിലും അത്യാവശ്യം നോയ്സ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പോകണമെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് ഇപ്പം എനിക്ക് കറൻ്റ്ലി വേറൊരു ഫെസിലിറ്റി ഇല്ല ഇങ്ങനെ ക്ലിയർ ആയിട്ടൊരു വോയിസ് കൊടുക്കാനുള്ള. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയിരിക്കുവാണെങ്കിലുണ്ട്. പക്ഷെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കിളികളുടെ സൗണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും വീട്ടിൽ പോകാറില്ലായിരിക്കും, എൻ്റെ സിസ്റ്റർ കൂടെ കാണും. അപ്പോൾ ആൾ പഠിക്കുന്നുണ്ടായിരിക്കും, അങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ സൗണ്ട്സ് കാണും. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സിറ്റിയിലായതുകൊണ്ട് അപ്പോൾ വണ്ടികൾ പോണ സൗണ്ട്, ആൾക്കാരുടെ സംസാരം അതൊക്കെ കാണും. എന്നാലും മാക്സിമം അതില്ലാണ്ട് നോക്കിയിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് കൺസീലർ ഇട്ടു. കൺസീലർ അപ്പം കുറച്ചൊന്ന് ഫേസിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ആ കൂടെ ഐ ഷാഡോ അപ്ലൈ ചെയ്യുവാണ്. സൈഡിലായിട്ടൊരു ബ്ലാക്ക് കൊടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിലായിട്ടൊരു ലൈറ്റ് ഷെയ്ഡ് വിത്ത് ബ്ലാക്ക്, അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളതേ കൊടുക്കുന്നുള്ളൊരു ഹോൾ ലുക്കിന് വേണ്ടിയുള്ളത്. അല്ലാണ്ട് ഭയങ്കര ഇപ്പോൾ സാധാരണ നമ്മൾ ഭരതനാട്യത്തിനൊക്കെ ഒരുങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവിയാണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശരിക്കും ഒരു 3ാം ക്ലാസ് മുതലാണ് ക്ലാസിക്കൽ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു 3ൽ തുടങ്ങിയപ്പം 4ാം ക്ലാസ് മുതൽ ഞാൻ സ്റ്റേജ് പെർഫോം ചെയ്യാൻ തുടങ്ങിയതാണ്. അതിന് മുന്നേ മറ്റേ LKG UKG അങ്ങനെയൊക്കെ അത് സ്കൂളിൽ ഇങ്ങനെ പ്രോഗ്രാംസ് വരുമ്പോൾ ആനുവൽ ഡേയ്സ് അല്ലാണ്ട് പ്രോഗ്രാംസ് വരുമ്പോൾ ചെയ്യാറുണ്ട്. പ്രോപ്പറായിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിച്ച് അങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് അപ്പോൾ തുടങ്ങിയത്.
അപ്പോൾ അന്ന് ഒരു 4th സ്റ്റാൻഡേർഡൊക്കെ ഒരു ഹാഫ് ആയപ്പോൾ മുതൽ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി. സിംഗിളായിട്ടും അല്ലാണ്ട് ഗ്രൂപ്പായിട്ടും എല്ലാം തുടങ്ങിയതാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ ഡാൻസിൽ സ്റ്റേജ് ഫിയർ കാര്യങ്ങളൊന്നും എനിക്കില്ല. സ്റ്റേജിൽ കയറുമ്പോൾ അല്ലാണ്ട് എനിക്ക് സംസാരിക്കാൻ സ്റ്റേജ് ഫിയർ ഉണ്ട്. ബട്ട് ഡാൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്രയില്ല. കുറേ കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ സിംഗിളായിട്ട് കളിക്കുകയാണെങ്കിൽ പിന്നെ പാട്ടറിയാമെങ്കിൽ നമുക്ക് അഥവാ മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അതേ ഞാൻ ബ്ലഷ് ഇടുവാണ്. എനിക്ക് ബ്ലഷ് ഇടാൻ ഇഷ്ടമാണ്. ഇതിപ്പോൾ നോർമൽ ലുക്കിലാണെങ്കിലും അല്ലാണ്ടാണെങ്കിൽ ഞാൻ ബ്ലഷ് ഇടുന്നതാണ്. അപ്പം എനിക്ക് സ്പഞ്ച് എന്തെങ്കിലും ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മേക്കപ്പ് ചെയ്യുന്നുള്ളതുകൊണ്ടും ഇതെല്ലാം സാധാരണ യൂസ് ചെയ്യുമ്പോൾ തന്നെ വാഷ് ചെയ്യുന്നതാണ്. പിന്നെ സ്പഞ്ചിൻ്റെ ബാക്ക് വശം വെച്ചിട്ടാണ്. ഇതൊരു ക്രീമി ടെക്സ്ചറാണ്. ഈ എൻസൈറ്റിൻ്റെ ബ്ലഷാണിത്. അപ്പം അതുകൊണ്ട് ഒരു സൈഡ് കൂടിപ്പോയി ഗൈസ് ബ്ലഷ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിൻ്റെ സ്പഞ്ചിൻ്റെ ഒരു സൈഡ് വെച്ചിട്ട് മുകളിലേക്ക് ഇരിക്കുന്ന ഒരു സൈഡ് വെച്ചിട്ടാണ് ഞാൻ ബ്ലഷ് ഇടുന്നത്. ഇപ്പോൾ ഞാനത് വാഷ് ചെയ്ത് വെച്ചു. ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആ വീഡിയോസ് എപ്പം കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടാണ് ആ സ്പഞ്ചിൻ്റെ കളർ. ആക്ച്വലി അത് ബ്ലൂ കളറായിട്ടുള്ളതാണ്. എന്ന് ഈ മേക്കപ്പ് ചെയ്യാൻ എടുക്കുമ്പോൾ പെട്ടെന്നുള്ളതായിരിക്കും. പെട്ടെന്ന് നമ്മളിങ്ങനെ അത് എടുക്കുന്നു, സെറ്റാക്കണു, ഓടുന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ അതേ ഞാൻ ആ ബ്ലഷ് ഇട്ടത് കുറച്ച് കൂടിപ്പോയത്. ആക്ച്വലി കുറച്ച് നേരം ഇരിക്കും ഇതെല്ലാം സെറ്റായി വരും. പക്ഷേ ഇങ്ങനെ നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ ഭയങ്കര ഒരു എന്തോ പോലെയല്ലേ. അപ്പോൾ ഞാനത് വേണ്ടി സെറ്റാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇച്ചിരി നോസിലൊക്കെ ഇടുന്നുണ്ട്. ആക്ച്വലി ഒരു ജോക്കറിനെ പോലെ ഇരിക്കും. ശരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണത് നമ്മൾ നോസിൻ്റെ അവിടെ കുറച്ച് ഇടുമ്പം. ദെൻ ഞാൻ ഐലൈൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഐബ്രോസ് ലാസ്റ്റാണ് തോന്നുന്നു ഗൈസ് സെറ്റ് ചെയ്യുന്നത്. ഐലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. എനിക്ക് പണ്ടൊക്കെ താഴെ എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്നറിയത്തില്ല, ഞാൻ അടിയിൽ വാട്ടർ ലൈൻസ് എഴുതുന്നത് വളരെ കുറവാണ്. മേളിൽ എഴുതും, അടിയിൽ എഴുതുന്നത് വളരെ കുറവാണ്. എനിക്ക് എന്തോ പോലെയാണ് അത് എഴുതിയിട്ട് അങ്ങ് സെറ്റ് ആവുന്നില്ല. ഇപ്പം ഞാൻ അടിയിലത്തെ വാട്ടർ ലൈൻ എഴുതിയിട്ട് നോക്കാം. ഇനി ഞാൻ വർഷങ്ങളായിട്ടൊരു എപ്പോഴാണ് ഒരു 4th സ്റ്റാൻഡേർഡ് അപ്പം മുതൽ ഇങ്ങനെ ഐലൈനർ യൂസ് ചെയ്തിട്ട് എഴുതുന്നതാണ്. അപ്പോഴൊക്കെ ഞാൻ താഴെ എഴുതുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാനതങ്ങ് മറന്നുപോയല്ല യൂസ് ചെയ്തിട്ട് എനിക്കെന്തോ അതിനോടൊപ്പം ഇഷ്ടം പോയി. ഒത്തിരി മേക്കപ്പ് ഇടുക അതിനോടൊക്കെയുള്ളൊരു അതപ്പോൾ ഇപ്പം മേക്കപ്പ് ഡാൻസ് അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. അപ്പം ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ട് ആ ബ്ലഷിലിട്ടിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ആ ഒരു കളറൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ 2 സൈഡിലും ഇടുന്നുണ്ട്. കാരണം ആദ്യം ഒരു സൈഡ് കൂടിപ്പോയപ്പോൾ എന്നെ അടുത്ത സൈഡ് സെറ്റ് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് അടുത്ത സൈഡിലും ഇട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഐഷാഡോ പാലറ്റിൽ മിറർ ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നോക്കിയിട്ടാണ്. കാരണം ഞാൻ ഫോണിൽ ഇന്ന് വീഡിയോ എടുക്കുന്നത്. അവിടെ മിററൊന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഫോണിൽ തന്നെ നോക്കി ചെയ്യുന്നതിലും കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഇങ്ങനെ മിറർ നോക്കി ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ നോക്കി ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നോക്കുന്നതൊക്കെ വേറെ ഡിഫറൻറ്റ് സ്ഥലത്തേക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ്. ഇത് ഞാൻ മസ്കാര ഇടുന്നുണ്ട്. ആക്ച്വലി ഇതൊന്നും വീഡിയോ എടുക്കുമ്പോൾ കാണത്തില്ല. കാരണം എൻ്റെ ഫോണിലാണ് എടുക്കണേ. എൻ്റെ നോർമൽ ഒരു ഫോണാണ്. അപ്പോൾ അതിലത്ര എന്താ പറയുക ക്ലാരിറ്റി ഉണ്ട്. 4K ഇട്ടിട്ട് എടുക്കുന്നത്. ബട്ട് ഈ ഐഷാഡോ ഐലൈനർ ഇതൊന്നും അത്രയ്ക്ക് കിട്ടത്തൊന്നുമില്ല. അതിപ്പോൾ നമ്മൾ മിക്ക ഫോൺസിലാണെങ്കിലും ഐഫോണിൻ്റെ കാര്യമൊന്നുമല്ല പറയണേ. എന്നപ്പോൾ അല്ലാത്തതിലാണെങ്കിൽ നമ്മൾ അത്ര സൂം ചെയ്ത് അടുത്ത് വന്ന് കഴിഞ്ഞാൽ കിട്ടും. ഇതിപ്പോൾ ഡാൻസ് എടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഒരു അകലെ നിന്നിട്ടാണല്ലോ എടുക്കുന്നത്. ഞാൻ എന്തോ കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കോമ്പാക്റ്റ് ഇട്ടു, ഐബ്രോസ് സെറ്റ് ചെയ്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. അതായത് ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞ് കൺസീലർ, ഐഷാഡോ, ഐലൈനർ, ബ്ലഷ്, പിന്നെന്തോ ഐബ്രോ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കോമ്പാക്റ്റ് ഇട്ട് ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് അത്രയാണ് നമ്മൾ ഫേസ് മേക്കപ്പ് ചെയ്ത്. പിന്നെ ലിപ്സ്റ്റിക്, അയ്യോ അത് പറഞ്ഞു, മെയിനായിട്ടുള്ള ഐറ്റം ലിപ്സ്റ്റിക്. ഓൾറെഡി ഞാനൊരു ഷെയ്ഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് എനിക്ക് കുറച്ചും കൂടി ഈ ഒരു ഷെയ്ഡ് ഡാൻസിന് പ്രോപ്പറാണെന്ന് തോന്നിയിട്ട് ആ ഷെയ്ഡ് ഇട്ടു. ഇനിയിപ്പോൾ ഹെയർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽസ് ഈ വീഡിയോസിനെല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് എക്സ്റ്റൻഷൻ ഹെയർ ഉണ്ട് എൻ്റെ ഡാൻസ് ആയതുകൊണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു കുറച്ച് ലുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ഹെയർ ചെയ്തിട്ടുണ്ട്, പിന്നെ ബൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ലോങ് ഹെയർ വെച്ചിട്ട് അത് പിന്നിയിട്ടിട്ട് തന്നെ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കൂടുതലും ഇപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരിടയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെൻറ്റർ എടുക്കാറേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏവിയേഷൻ പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ മുതലാണ് ഞാൻ സെൻറ്റർ പാർട്ടീഷൻ എടുക്കാൻ വേണ്ടി തുടങ്ങിയത്. അതുവരെയും ഞാൻ എടുക്കില്ല. എനിക്ക് ഭയങ്കര നല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്തോ ഏവിയേഷൻ അവിടെ സെൻറ്റർ എടുക്കണം എന്നൊന്നുമില്ല. പക്ഷേ
എന്നാലും അതാകുമ്പോൾ സെൻറ്ററിൽ നിന്ന് എടുക്കുക, ചീകി വെക്കുക, ബാക്കിലൊരു ബുഷ് ഇടുക, ബൺ ചെയ്യുക, പെട്ടെന്ന് ബട്ട് ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ കിട്ടും. ബാക്കി നമ്മൾ സൈഡൊക്കെ എടുക്കുകയാണെങ്കിൽ കുറേ സ്ലൈഡൊക്കെ കുത്തി സെറ്റാക്കാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ എന്തോ എനിക്കതിനോട് ഇപ്പം എനിക്ക് സെൻറ്റർ പാർട്ടീഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടാണ് ഓരോ ഹെയർ സ്ട്രാൻഡ്സ് എടുത്തിട്ട് കുറച്ച് പോർഷൻ എടുത്ത് ട്വിസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പം അങ്ങനെ ഒരു പോർഷൻ കഴിഞ്ഞു. ദെൻ സെക്കൻഡ് പോർഷൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെയും ഭയങ്കര നോയ്സ് ഉണ്ട് കാശ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് സൗണ്ട് ഇല്ലാണ്ട് എങ്ങനെയും ഒന്ന് വോയിസ് ഓവർ എടുക്കണം. വീട്ടിൽ പോവുകയാണെങ്കിൽ എടുക്കാമെന്ന് ഓർത്തിരുന്നു. പക്ഷേ വീട്ടിൽ പോയി നടന്നിട്ടുമില്ല. ഇവിടെ ഭയങ്കര സൗണ്ട്. ഇന്നിവിടെ എന്തൊക്കെയോ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നോ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സൗണ്ട്. എനിക്കിനി സൗണ്ട് ഇല്ലാണ്ടിരിക്കണമെങ്കിൽ നൈറ്റ് ആവും. ആക്ച്വലി ഞാനിപ്പോൾ ഒരു 6 മണി 7 മണിയുടെ സമയത്താണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8-9 മണിയൊക്കെ കഴിയും. കുറച്ച് പണികൾ കഴിയുമ്പം പിന്നെ എനിക്കപ്പോൾ വോയിസ് ഓവർ എടുക്കാൻ മീൻസ് അപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു ടൈമിൽ എടുക്കുന്നത്. ഒരു 7 മണിയൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 8 ആകുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് ഓർത്തിട്ടാണ്. അപ്പം ഞാൻ ആ സൈഡും കൂടെ അതുപോലെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ബൺ ചെയ്ത് ബുഷിട്ടിട്ട് സെറ്റാക്കിയിട്ടു. ഇനിയാണ് നമ്മുടെ ലോങ് ഹെയർ വാർമുടി, വെപ്പുമുടി, വാർമുടി, അത് തന്നെ സാധനം. എക്സ്റ്റൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയതാണ് നമ്മുടെ വാർമുടി. അപ്പം വാർമുടി എടുത്തിട്ട് അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ ഇതിന്. ഞാൻ എന്നതൊരു 2 കൊല്ലത്തിന് മുകളിലായെന്ന് തോന്നിയാൽ മേടിച്ചിട്ട്. നല്ല യൂസ്ഫുള്ളാണ്. എന്നെപ്പോലെ ഡാൻസേഴ്സിനൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ. ഞാൻ പൊട്ട് വെച്ചില്ലെന്നുള്ള മീൻസ് ഒരെണ്ണം വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അത്രയ്ക്ക് നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ കാണത്തില്ല ആ ഒരു ലുക്കിൽ. അതുകൊണ്ടാട്ടോ, അല്ലാണ്ടെന്നല്ല, ആ ഒരു ലുക്കിൽ. അപ്പം ഞാൻ ഇതുപോലെ തന്നെ സെയിം ഒരു പൊട്ടും കൂടെ വെച്ചു. അപ്പോൾ കുറച്ച് ലെങ്ത്തും ഫീൽ ചെയ്യുന്ന പോലെ തോന്നും, കാണാനും ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ആ പൊട്ട് വെച്ചു. ഇനിയിപ്പോൾ ഹെയർ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കണം. അതിപ്പോൾ എന്നും ഇത് തന്നെ യൂസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മളൊന്ന് ഇതൊക്കെ ഒന്ന് ഊരിക്കളഞ്ഞാൽ മതി. 3-4 എണ്ണം മാറി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് ഊരിക്കളഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ചില ദിവസം. ഞാൻ ആകെ 9 ഡേയ്സിലെ വീഡിയോസിൽ ഇത് 2 എണ്ണം എടുത്തു, ഒരു ദിവസം 4 എണ്ണം എടുത്തു, പിന്നെ 2-3 2 അടുപ്പിച്ചെടുത്തു, പിന്നെ 1 എടുത്തു, അങ്ങനെ ചെയ്തേക്കുന്ന. അപ്പം ഓൾറെഡി എനിക്ക് കടയിൽ നിൽക്കേണ്ട കാര്യമുണ്ട്, എൻ്റെ കൂടെ ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു ടൈമിൽ ഇങ്ങനെ 2 പേര് പോകുമ്പോഴാണെങ്കിലും അവിടെ കുറച്ച് എന്താ പറയുക, നമുക്ക് പണിയുണ്ടല്ലോ. അപ്പം അങ്ങനെ ഇതുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഹെയർ ഇങ്ങനെ അടീക്കൂടെ, എൻ്റെ സ്വന്തം മുടിയുടെ അടീക്കൂടെ വെച്ചിട്ട് കെട്ടിട്ടു. മേളിൽ കെട്ടിടും കേട്ടോ, എൻ്റെ സ്വന്തം മുടിയുടെ അടിയിൽ വെച്ചിട്ട് മുകളിൽ ആ ചരടിൽ കെട്ടിട്ടു. ഇനിയിപ്പോൾ പിന്നാൻ പോകണം. ആ മുടിയിലാണെങ്കിലും 3 ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. നമുക്കത് കറക്റ്റായിട്ട് പിന്നാൻ വേണ്ടി എളുപ്പത്തിൽ 3 തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ സ്വന്തം മുടിയും ആ മുടിയും കൂടെ ഒരുമിച്ച് ഒരു 3 സെക്ഷനാക്കി ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കടയിലെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് വേറൊരു ദിവസം ഇടുന്നതായിരിക്കും, എങ്ങനെയായിരിക്കും ഒരു ഡേ എന്നൊക്കെ ഉള്ളത്. അത്യാവശ്യം ഹെക്ടിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 സ്റ്റാഫേ ഉള്ളൂ. അവരാരെങ്കിലും ഇല്ലാത്ത ദിവസങ്ങളൊക്കെ ഹെക്ടിക്കാണ്. അല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനത്തെ വലിയ ഹെക്ടിക്കില്ല. കാരണം എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ബ്രദറുണ്ട്. ഇപ്പോൾ ചേച്ചി വന്നപ്പോൾ ആളുവാണെങ്കിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയ നമുക്ക് അങ്ങനെ ഒരാൾക്ക് ഒത്തിരി പണികളും കാര്യങ്ങളൊന്നും വരുന്നില്ല. അച്ഛനുണ്ട്, കാരണം അച്ഛനാണ് അവിടുത്തെ മെയിൻ ഫുഡ് ഫുള്ളും ഉണ്ടാക്കുന്നത്. മെയിൻ നല്ല എല്ലാ ഫുഡും അതിൻ്റെ അച്ഛനാണ് ഉണ്ടാക്കുന്നത്. ബാക്കി അമ്മയൊക്കെ ആണെങ്കിൽ അരിഞ്ഞു കൊടുക്കുന്നു, ബാക്കി എല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു. അച്ഛനിതെല്ലാം കൂടെ സെറ്റ് ചെയ്തെടുക്കുന്നു, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെയാണ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. പക്ഷേ എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും സപ്പോർട്ടാണ്, പക്ഷേ നമുക്ക് നോക്കാം. കാരണം വേറെ ആൾക്കാരൊക്കെ അവിടെ പബ്ലിക്കിന് ആൾക്കാർ ഹോസ്പിറ്റലിൻ്റെയാണ്, അപ്പോൾ കുറേ പേരല്ലാണ്ട് വരുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ദേ പിന്നെ കഴിഞ്ഞു. ഇനി അടിയിലും ഒരു ബുഷ് ഇടുവാണ്. ഇല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകും ഡാൻസ് കളിക്കുമ്പോൾ. നമ്മളപ്പം നമ്മുടെ സ്വന്തം മുടി എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ. ബാക്കിൽ ഞാൻ സ്ലൈഡൊക്കെ ഒന്നുകൂടെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്യാം. ഞാൻ ഓണത്തിനൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തപ്പോഴും ഇതേ സെയിം ഫ്ലവേഴ്സായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ആക്ച്വലി നല്ല ഉപകാരമാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസോ ഇല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അഫ്കോഴ്സ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ടാണ്. ഞാൻ ചാനൽ ആക്ച്വലി തുടങ്ങിയത് ജൂണിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസ് ഇടും. ഇപ്പോഴാണ് ഒരു പ്രോപ്പർ വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ റിവ്യൂ ചെയ്യണം, അതുപോലെ തന്നെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് മേക്കപ്പ് ലുക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ മേടിച്ചാണ്. നല്ല യൂസ്ഫുള്ളാണ് ഗൈസ് ഇത്. ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതും 100-ന് താഴെ വിലയുള്ളൂ. 5 എണ്ണം കിട്ടും. ഇങ്ങനെയൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഫ്ലവറാണെന്ന് വിചാരിക്കുള്ളൂ. അതാണ് ഇതിൻ്റെ വേറൊരു സത്യം. പുറത്തുനിന്ന് ആര് കണ്ടു കഴിഞ്ഞാൽ മെയിൻ എക്സാമ്പിൾ ഞാൻ പറയാം.
ഞങ്ങളിവിടെ മാർഗംകളി എന്നല്ല ഗൈസ്, മലയാളി മംഗ കോമ്പറ്റീഷന് പോയിട്ടുണ്ടായിരുന്നു ഓണത്തിന്. അപ്പം ഞാനും എൻ്റെ ചേച്ചി എന്ന ബ്രദറിൻ്റെ വൈഫാട്ടോ. അപ്പോൾ ചേച്ചി ഞാനും കൂടെ മത്സരത്തിന് പോയപ്പോൾ അവർ ചേച്ചി ഫസ്റ്റ്, എനിക്ക് സെക്കൻഡ്, എൻ്റെ കസിൻ ചേച്ചി ഉണ്ടല്ലോ അനുചേച്ചിക്ക് തേർഡ് കൊടുത്തു. ഞങ്ങൾക്ക് അങ്ങനെയാണ് പ്രൈസ് ഒന്നും. ഞങ്ങൾ 4-5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവർക്ക് മനസ്സിലായില്ല ശരിക്കും ഫേക്ക് ഫ്ലവേഴ്സ് ശരിക്കും ഫേക്കാണെന്നൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ തരുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് വലിയൊരു കോമ്പറ്റീഷൻ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ നമ്മളടുത്ത് നീപ്പോൾ ഇത് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ആയിരുന്നല്ലോ എന്ന് ജഡ്ജസ് ഞങ്ങളോട് പറഞ്ഞു. നമുക്കറിയാവുന്ന ആക്ച്വലി ചേച്ചിമാരൊക്കെ ഇത് വലിയ പരിപാടിയൊന്നും അല്ല, നമ്മുടെ നാട്ടിൽ നടന്ന ചെറിയ പരിപാടിയാണ്. പക്ഷെ എന്നാൽ പോലും അങ്ങനെ അവർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ആൾക്കാർ ഇത് അതുപോലെ അല്ലാത്ത ഒറിജിനൽ മുല്ലപ്പൂ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോഴും അങ്ങനെ പെട്ടെന്ന് ഒറ്റയടിക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഫ്രഷ് ഫ്ലവേഴ്സാണെന്ന് തോന്നുള്ളൂ. പിന്നെ അതുപോലെ ചെറിയൊരു ലൈറ്റ് സ്മെല്ലുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊരു 2 ലെയറായിട്ട് 2 അങ്ങനെ 4 ബാക്കിലും വെച്ചു. പിന്നെ 5 ഒരെണ്ണം. അപ്പോൾ ഞാനിതെല്ലാം കെട്ടിയിട്ട് വെച്ചേക്കാണ്. ഈ പ്രോഗ്രാംസിൻ്റെ ഇടയ്ക്ക് ബൺ ചെയ്യുമ്പോൾ അവിടെയും വെച്ച് അല്ലാണ്ട് വയ്ക്കുമ്പം ഇത് കെട്ടിയിട്ട് കിടക്കുമായിരുന്നു. അത് ഞാൻ ബുഷിൻ്റെ മേളിൽ കൂടെ അതിട്ട പോലെ നമ്മൾ നോർമൽ ബുഷ് ചെയ്യുന്ന പോലെ തന്നെ അതും കൂടി ഇട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം നമ്മുടെ ഹെയർ മേക്കപ്പ് ഫുൾ സെറ്റായിട്ടുണ്ട്. പിന്നെ എന്താ വളയിടാൻ പോവാണ്. ഇതെനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ണി ചേച്ചിയുടെ അമ്മ ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത് വീട്ടിലിരുന്നപ്പോൾ എനിക്ക് തന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതിൻ്റെ കുറച്ചും കൂടി ഉണ്ട്, നല്ല രസമുണ്ട്. ഇനി നമുക്ക് കമ്മൽ ചേഞ്ച് ചെയ്യാം. ഞാൻ നോർമൽ ഒരു സ്റ്റഡായിരുന്നു ഇട്ടിരുന്നത്. അപ്പം അത് മാറ്റിയിട്ട് ഒരു സെൻറ്ററിലായിട്ടൊരു മയിൽപ്പീലിയൊക്കെ പോലെയുള്ള ഒരു കമ്മലാണ് ഇടുന്നത്. ഞാൻ എന്തോ പറഞ്ഞതൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല. വോയിസ് ഞാൻ മൊത്തത്തിൽ കളഞ്ഞത് കൊണ്ട്. നല്ല സൗണ്ടായിരുന്നു ആക്ച്വലി. ഇതൊരു കോളായിരുന്നു. അപ്പോൾ സ്പീക്കറിലും കൂടെ ആയിരുന്നുകൊണ്ട് എന്താ പറയുക, സ്പീക്കറിലുള്ള മറ്റേ ഓപ്പോസിറ്റ് ആളുടെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് കളഞ്ഞത്. ഓരോ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു മേക്കപ്പ് ലുക്കിൻ്റെ ഒക്കെ. അപ്പോൾ എനിക്ക് കമ്മലൊക്കെ ഇട്ടിട്ട് ഏതോ പാട്ടൊക്കെ ഞാൻ ഇരുന്ന് പാടുന്നുണ്ട് ഗൈസ്, ഏതാണോ എന്തോ. അപ്പോൾ അടുത്ത കമ്മലിൻ്റെ പിരി അഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഞാൻ അടുത്ത കമ്മലും ഇടുവാണ്. അപ്പോൾ എനിക്കിഷ്ടമായി ഒരു ഹോൾ ലുക്കിൻ്റെ കൂടി കമ്മലൊക്കെ വന്നിപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ സെറ്റ് കമ്മലിട്ടു. ഇനി നമുക്ക് മാലയും കൂടി ഇടാം. അപ്പോൾ ഞാൻ ഈ ഒരു ആൻറ്റിക്കിൻ്റെ ഒരു മാലയാണ് ഇടുന്നത്. ആക്ച്വലി കമ്മൽ മാല ഡ്രസ്സൊന്നുമായിട്ടൊരു വലിയ ബന്ധം ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ആ ഒരു ഹോൾ ലുക്ക് വരുമ്പോഴത്തേക്ക് സെറ്റായിരുന്നു. എനിക്കിഷ്ടമായി. എനിക്ക് ഈ മാല ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ടത്. ബാക്കിയെല്ലാം ഒരു ഗോൾഡൻ കളർ മാലകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പം അതിലും എനിക്ക് കുറച്ചും കൂടി ഈ ഒരു ലുക്കിന് ആ ഒരു സാരിക്ക് ഈ കളറായിരിക്കും ചേരുന്നതെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു മാല എടുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ മേക്കപ്പ്, ഹെയർ സ്റ്റൈൽ ആൻഡ് ആക്സസറി സെക്ഷൻ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചന്ദനക്കുറി തൊടുവാണ് ഗൈസ്. അല്ല, ഒന്നും കൂടെ ഒന്ന് കോമ്പാക്റ്റ് ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത്ര നേരമായില്ലേ. ആക്ച്വലി എനിക്ക് ഡാർക്ക് സർക്കിൾസ് നന്നായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫോണിലൊക്കെ നോക്കുമ്പോൾ അറിയാം, വീഡിയോയ്ക്ക് ഇത് കാണത്തില്ലാത്തതുകൊണ്ട് തന്നെ ഒത്തിരി കൺസീലർ ഇല്ലെങ്കിൽ കളർ കറക്ഷൻ ചെയ്യാത്തതൊന്നും. ജസ്റ്റ് ഈ ഒരു ലുക്കൊന്ന് സെറ്റാകാൻ വേണ്ടിയുള്ളതും ആ ഒരു പാടുകളുണ്ടായിരുന്നു, കുരു ഫേസിലുണ്ടായിരുന്ന പാടുകളൊരു ഡാർക്ക് സ്പോട്ട്സ്, അതൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ രസമാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പം ഞാൻ ചന്ദനക്കുറിയായിട്ട് ഫൗണ്ടേഷൻ തന്നെ, വേറൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ടു. ആക്ച്വലി ഫോണിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് ചെയ്യുന്നത് ആക്ച്വലി വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നോക്കി ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് ആ റെഡ് കുറി തൊട്ടെ. അപ്പം ചെരിഞ്ഞ് പോയി. നെക്സ്റ്റ് വീഡിയോ മുതൽ ഞാനൊരു മിറർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്ക് ക്യാം ഇട്ടിട്ട് സെറ്റാക്കാൻ നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ മിറർ നോക്കുമ്പോൾ ലുക്കാണെങ്കിൽ ഇങ്ങനത്തെ ചെരിഞ്ഞൊന്നും പോയില്ല. അപ്പോൾ ഒരു ബ്ലൂ സാരിയും ബ്ലൂ ബ്ലൗസുമാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പം ഇനി സാരി ഉടുക്കുന്ന വീഡിയോ എങ്ങനെയാണ് നമുക്ക് നോക്കാം. സാരി ഉടുക്കുന്നത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് ആദ്യം. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ഫുള്ളായിട്ട് ആ സാരിയും കൂടി എടുത്താലേ ഒരു ലുക്ക് കംപ്ലീറ്റ് ആകുമല്ലോ എന്ന് ഓർത്ത്. അപ്പം ഞാൻ ആ സാരിയുടെ വീഡിയോ കൂടി തന്നെ ഷോർട്സ് ആയിട്ട് ഇത് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതേ സാരി നോർമലുള്ള സാരി തന്നെയാണത്. 5.5 മീറ്ററുള്ള നോർമൽ സാരി എടുത്തിട്ട് അപ്പോൾ അതിനൊരു മിഡിൽ പോർഷനായിട്ട് വന്നിട്ട് നമ്മുടെ വയറിൻ്റെ ആ ഭാഗത്തായിട്ട്
ഒരു കെട്ടിട്ട് കൊടുക്കുക, നന്നായിട്ട് കെട്ടണം പിന്ന് വെച്ചിട്ടോ. അങ്ങനെ എന്തായാലും നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ നമ്മുടെ അളവ് നോക്കണം, അതായത് ലെഫ്റ്റ് കാലിന് സെൻറ്റർ കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് ചുറ്റിയിട്ട് ഇവിടെ ടക്കിന് ചെയ്ത് വെക്കുന്ന അത്ര ആ ഒരു അളവിനുള്ളത് അത്ര ഇടുക. ബാക്കിൽ നമ്മളിങ്ങനെ ചെയ്തിട്ട് പിന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് പിന്നെ കുത്താത്തത്, ഇതിപ്പോൾ ഞാൻ ജീൻസിൻ്റെ മേളിൽ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതാണ്. ഞാൻ ഇതല്ലാണ്ട് വേറെ പാൻറ്റായിരുന്നു അതിൻ്റെ അടിയിൽ ഇട്ടിരുന്ന ഡാൻസിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പിന്നൊക്കെ എന്നിട്ട് അവിടെ ഇങ്ങനെ ഞൊറിച്ചിലെടുക്കുക. ബാക്കിലൊരു പോർഷൻ കുത്തി, മീൻസ് ഏറ്റവും നമ്മുടെ കറങ്ങി വരുമ്പോൾ ഏറ്റവും ബാക്കിലേക്ക് കുത്താൻ പറ്റും ആ പോർഷൻ കുത്തി, ബാക്കി എല്ലാം കൂടി എടുത്തിട്ട് ഇങ്ങനെ പിന്നല്ല അങ്ങനെ ഞൊറിച്ചിലെടുത്തിട്ട് അവിടെ ടക്കിങ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സൈഡിൽ അറ്റത്ത് നല്ല വർക്കും ഡിസൈൻ ഉള്ളതാണെങ്കിൽ ആ സൈഡിലിടാം. ഇല്ലെങ്കിൽ ഫുൾ എല്ലാം കൂടെ എടുത്തിട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് അവിടേക്ക് കൂട്ടി ചെയ്യാം. പിന്നെ അങ്ങനെ 2 സ്റ്റൈലും ഒക്കെ ഞാൻ ഈ ഡാൻസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ലെഗിൻ്റെ, നേരത്തെ ഞാൻ ഹാൻഡെന്ന് പറഞ്ഞു ലെഗ്. അപ്പോൾ അതും ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് എന്നിട്ട് നമ്മൾ നീളം, ആക്ച്വലി ഫസ്റ്റത്തെ കെട്ടിയിടുന്നതിന് പിന്നെ നീളം നോക്കണം. നമുക്ക് തോളയിലേക്ക് ഇട്ട് വട്ടം ചുറ്റി കെട്ടാൻ അത്രയോ നീളം ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം. നമുക്കൊരു നോർമൽ ഒരു പേഴ്സൺ എന്തായാലും ഒത്തിരി ഓവറായിട്ട് എന്താ പറയുക വണ്ണമുള്ള ഒരാൾക്കല്ലാണ്ട് അത്യാവശ്യം ഓക്കെ, അതായത് ഹൈറ്റും വെയ്റ്റും എല്ലാം ഓക്കെ ആയിട്ടുള്ള ഒരാൾക്ക് എന്തായാലും ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഈ സാരിക്ക് കുറച്ച് ലെങ്ത്ത് കുറവാണ്. ഇപ്പം ഞാനിത് ഉടുത്ത് വരുമ്പോൾ ഞാൻ ബ്ലൗസ് ഇട്ടു, പാൻറ്റ് മാറി. അപ്പം ഞാൻ ശരിക്കും വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അളവ് എനിക്ക് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ചുറ്റി നോക്കുമ്പം എനിക്ക് അളവെത്താത്തത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എൻ്റെ ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചില സാരിയുടെ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ കൂടെ ഒരു ഇതിപ്പോൾ ഈ സൈഡ് വരെ ഉള്ളത്. മറ്റേതൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ചുറ്റി ആ സൈഡിൽ ഇങ്ങനെ കൊളുത്തി വെക്കാനുള്ള ഒരു അത്രയും പോർഷൻ ഉണ്ടായിരുന്നു. ഈ സാരിക്കപ്പം കുറച്ച് ലെങ്ത്ത് കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു ബാക്കി സാരിയെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതേ നമ്മൾ സൈഡിലേക്ക് ഇത്, അതായത് റൈറ്റ് സൈഡിൽ ബാക്കിലേക്ക് ഒതുക്കി, മറ്റേ നമ്മൾ തോളിലേക്ക് ഇട്ട ഭാഗം എടുത്തിട്ട് ബാക്കിലേക്ക് ഒതുക്കി കുത്തി സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പിന്ന് വെച്ചിട്ട് മേൽഭാഗത്തും കുത്തുന്നുണ്ട്. നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് സേഫ്റ്റി പിന്ന് വെച്ച് കുത്തണം. അത് കണ്ട് ആ സൈഡിൽ നിന്ന് ഞാൻ എടുത്തിട്ട് ബാക്കിലായിട്ടൊരു സേഫ്റ്റി പിന്ന് കുത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് നമ്മൾ ഡാൻസ് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഇതൊക്കെ കഴിഞ്ഞ് പോകും. നമ്മൾ സേഫ്റ്റി പിൻ വെച്ച് നന്നായി ടൈറ്റ് ചെയ്താക്കി കുത്തുക. അപ്പം ഞാൻ മേളിലത്തെ ഭാഗത്ത് നിന്ന് നല്ല ഫ്ലീറ്റെല്ലാം അടുക്കി എടുക്കണം. എന്നാലും നമ്മൾ നോർമൽ സാരി എടുത്തു കഴിഞ്ഞാലും ഡാൻസിന് എന്തിനും സാരി അങ്ങനെ ഇപ്പോൾ ഷോൾ ഇട്ട് കഴിയുമ്പോൾ ആ ഒരു എടുക്കണ നന്നായിട്ട് എടുത്തിട്ട് പിന്നെ അത് സെറ്റാക്കി വെച്ചിട്ടുള്ളൂ. ഇതാ പാൻറ്റിൻ്റെ കെട്ട് കാരണം ഇങ്ങനെ പാൻറ്റിരിക്കുന്നത്. അപ്പം ഞാൻ ബൈക്കിലേക്ക് എത്തില്ല എന്നാണ് നിങ്ങളെ കാണിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം ബൈക്കിലേക്കൊക്കെ എത്തുന്ന കുറച്ചും കൂടെ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഈ സാരി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ശരിക്കും ഈ സാരി എടുത്ത് ഈ ഒരു മേക്കപ്പ് ലുക്ക് ഫുൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതത്ര ഉള്ളു ഗായ്സ്. നമ്മൾ ശരിക്കും ഇങ്ങനെയാണ് ഈ സാരി എടുക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്. നോർമൽ സാരി എടുക്കുന്നതിലും സിമ്പിളാണ്. കറക്റ്റ് അതിൻ്റെ ഒരു മെഷർമെൻറ്റിൻ്റെ എടുക്കുക, മീൻസ് അത്ര അളവ് അങ്ങോട്ട് ഇത്ര അളവ് ഇങ്ങോട്ടെന്നല്ല, നമ്മുടെ ഒരാളുടെ അളവിന് വേണ്ടി നമ്മൾ നോക്കുമ്പോൾ മേളത്തെ പോർഷൻ ഇട്ടിട്ട് കറക്റ്റ് ചുറ്റി. ഇതിപ്പോൾ എന്തായാലും ചുറ്റി ഞാനൊന്ന് നോക്കിയതാണ്. ചുറ്റിയിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്ത് അത്രയുള്ള ലെങ്ത് ഇതിനുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ഞാൻ മറ്റേ ബ്രാഹ്മിൺസൊക്കെ കൊടുക്കുന്ന പോലെയൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് നിന്നിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ആ ഒരു പിന്നഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബാക്കിലേക്ക് കുത്താനുള്ള ശരിക്കും എനിക്കൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ സൈഡിലല്ല ഡാൻസ് കളിച്ചപ്പോൾ കുത്തിയിരിക്കുന്നത്. ശരിക്കും എനിക്ക് ഈ ഒരു ലുക്ക് ഫുൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗായ്സ്. നല്ല ഒരു കളർ ഷെയ്ഡാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്ലൗസാണെങ്കിൽ അതൊരു എലാസ്റ്റിക് ബ്ലൗസാണ് ശരിക്കും. അപ്പം ഞാൻ ഇങ്ങനെയല്ല കുത്തി വെച്ചിരുന്നത്, നന്നായിട്ട് ചുറ്റിയെടുത്ത് കുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ അതെ ഇതാണ് ആ വീഡിയോ. ഞാൻ ബാക്കിലത്തെ അതിലേക്ക് നന്നായിട്ട് കുത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗായ്സ്, ഫുൾ ലുക്ക് സെറ്റായിട്ടുണ്ട്. ഇതേ ചലങ്കി എടുത്തിട്ട്, അപ്പം ക്ലാസിക്കൽ ഡാൻസ് ആകുമ്പോൾ ചലങ്കി ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ആവില്ലല്ലോ. അപ്പോൾ നമ്മൾ ചലങ്കതയൊക്കെ ഇട്ടുന്നുണ്ട്. അപ്പോൾ അത് കെട്ടി പിന്നെ കയ്യിൽ അൾട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ലുക്ക് സെറ്റാവുന്നതാണ്. അത് അൾട്ടയും കൂടി ഇടുക. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫുൾ സെറ്റായിട്ടുണ്ട് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട്.
ഇതേ കോസ്റ്റ്യൂമായി, അതുപോലെ തന്നെ ചെലങ്ക, ഹെയർ ഫുൾ സെറ്റായിട്ട് നിങ്ങൾക്ക് ബാക്കിൽ ഇതേ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റീൽസ് എടുത്താൽ മതി. മഴ ആയതുകൊണ്ട് ഇപ്പം 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയാണ്. അപ്പോൾ നമുക്ക് പുറത്തൊന്നും പോയിട്ട് റീൽസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ തന്നെ വെച്ചിട്ട് റീൽസ് എടുക്കാമെന്നാണ് വിചാരിച്ചത്, വീടിൻ്റെ ഔട്ട്ഡോറിൽ. അപ്പോൾ നമുക്ക് നോക്കാം. മഴയുണ്ട്, അത്യാവശ്യം നല്ല നനഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഗായ്സ്, അപ്പോൾ ഫുൾ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഭയങ്കര സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 9 വീഡിയോസ് എടുത്തു, അതുപോലെ തന്നെ കുറച്ച് റീൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീമായിരുന്നു, ഒരു 10ലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഫോണിലൊക്കെ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ, നവരാത്രിക്കൊക്കെ കാണുമ്പോൾ എനിക്കും ഇങ്ങനെ റീൽസ് എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്നൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോസ് ഇപ്പം ലാസ്റ്റ് വിജയദശമിയുടെ അന്ന് മാത്രം വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അതുപോലെ വിജയദശമിയുടെ അന്ന് ഇടാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം 9 വീഡിയോസും എടുത്തിട്ടുണ്ട്. പിന്നെ നവമിക്കുള്ള ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. വിജയദശമിയുടെ അന്ന് വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 11 or 12 വീഡിയോ നമ്മൾ ഫുൾ എടുത്തിട്ടുണ്ട്. അതൊരു 2 ആഴ്ച കൊണ്ട് ഒരു 3-4 ദിവസം 4-5 ദിവസം നമ്മൾ അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഫേർട്ട് ഇടുമ്പോൾ അതത്ര, പിന്നെ വ്യൂസ് ആണെങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് മാസങ്ങളായാലും, പക്ഷേ വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ഇടുന്നത് ഇപ്പോഴാണ്. ഇടയ്ക്കിടയ്ക്ക് ഷോർട്സോ അങ്ങനെ എന്തെങ്കിലും ഇടുന്നുള്ളൂ. അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കൂടിയിട്ടുണ്ട്, ലൈക്സ് വ്യൂസൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഡാൻസ് ആയിക്കോട്ടെ, മേക്കപ്പ്, ഏവിയേഷൻ റിലേറ്റഡ് വീഡിയോസൊക്കെ ഞാൻ കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻ്റർവ്യൂസിൻ്റെയും അങ്ങനെ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എനിക്ക് പറഞ്ഞു തന്നെ എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.